ഈ ഒരു കേക്ക് ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ് കേട്ടോ. ഈ ഒരു കേക്ക് നമുക്കൊരു 15 ദിവസം മുന്നേ ഓർഡർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് 2 ദിവസം കൂടുമ്പം വിളിച്ചിട്ട് ഓരോ മോഡൽ കാണിച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചിട്ട് ഡെയിലി മോഡൽ മാറുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ ഫ്ലേവറിന് ഒരു മാറ്റവും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 1 kg ബട്ടർ സ്കോച്ച് കേക്കിലാണ് ഈ ഒരു ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുള്ളത്. ബട്ടർ സ്കോച്ച് കേക്കൊക്കെ എപ്പോഴും അതിൻ്റേതായിട്ടുള്ള ഒതൻറ്റിക് സ്റ്റൈൽ ചെയ്താലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഫുള്ളായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് പ്രത്യേകം കസ്റ്റമറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് കൂടെ തന്നെ നമുക്ക് വീണ്ടും റിബൺ കെട്ടാനായിട്ടൊരു കേക്കും കൂടി കിട്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഒരു റിബൺ കെട്ടുന്ന കേക്കിൻ്റെ ഒരു കഥ പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമുക്ക് ഒരുപാട് റിബൺ കെട്ടുന്ന കേക്കിൻ്റെ വീഡിയോസ് വന്നിട്ടുണ്ട് കേട്ടോ, ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 5-6 റിബൺ ഞാൻ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കസ്റ്റമറിന് എഴുതാനുള്ളൊക്കെ അവർ എഴുതിക്കോളാം, കുറച്ച് ക്രീം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പേരൊന്നും എഴുതാതെ ഇതുപോലെ ഡെക്കറേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് ബട്ടർ സ്കോച്ച് കേക്കിലേക്ക് തന്നെ വരാം. ഇതുപോലെ സൈഡിലായിട്ട് ചോക്ലേറ്റ് മോൾഡിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അവർ തന്നിട്ടുള്ള മോഡലിൽ ഇതുപോലെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പല ഡിസൈനും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എല്ലാം കൂടെ നമ്മൾ പെറുക്കിയെടുത്തിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈ കേക്ക് ഭംഗി ഉണ്ടാവുമോ എന്നുള്ളത് എനിക്കും ഒരു ഡൗട്ടായിരുന്നു കേട്ടോ. അതുപോലെ കേക്കിൽ പേര് എഴുതുന്നത് പച്ച കളറിൽ വേണമെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പേരിങ്ങനെ എടുത്ത് കാണിക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയ്ക്ക് ആകാംക്ഷ നമ്മളെ കസ്റ്റമറിനുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആൾ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈമാണ് ബർത്ത്ഡേക്ക് ഒരു കേക്ക് കട്ട് ചെയ്യുന്നത്. വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ കേക്ക് കട്ട് ചെയ്യാറുണ്ട്, പക്ഷേ സ്വന്തം ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ആകാംക്ഷ കേട്ടോ. എന്തായാലും ഫോട്ടോസ് നമ്മൾ അയച്ചു കൊടുത്തപ്പോൾ തന്നെ ആൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നു. പിന്നെ അത് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള റിവ്യൂ ഡബിൾ ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളും ഹാപ്പിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.